ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ് സീരീസിൻ്റെ 6ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിമ്പിങ്ങിൻ്റെ തിയറി ആയിരുന്നു എടുത്തത്. ക്രിമ്പിങ്ങിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തിട്ടില്ല, അത് പെൻഡിങ്ങിലാണ്. കാരണം ക്രിമ്പിങ് ടൂളും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് വരുന്നതിനനുസരിച്ച് ഞാൻ ക്രിമ്പിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് ഇടുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട്, അടുത്ത ക്രിമ്പിങ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വിച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനതിന് ആൻസർ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. സ്വിച്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഓടി വരിക നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന സ്വിച്ച് അല്ല. ഇനി നെറ്റ്വർക്കിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്താണ് സ്വിച്ച് എന്നുള്ളതൊക്കെ. പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്താണ് സ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലായിട്ട് വരിക നമ്മുടെ വീട്ടിലേക്കുള്ള സ്വിച്ചാണ്. പക്ഷേ ഇത് ആ സ്വിച്ച് അല്ല. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, സിസ്റ്റങ്ങളെയൊക്കെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നൊരു ഡിവൈസിലോട്ടാണ് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസാണ്. കാരണം നമുക്ക് എല്ലാ ഡിവൈസുകൾക്കും സാധാരണ ഒരു NIC പോർട്ടാണ് വരിക. അപ്പോൾ നമുക്കൊരു 10 സിസ്റ്റം ഉണ്ടെങ്കിൽ 10നെ അങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാത്തിലും ഒരു NIC പോർട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്യണം, അത് സ്വിച്ചാണ്. അങ്ങനെ എല്ലാ ഡിവൈസുകളെയും സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു രീതിക്ക് നമ്മൾ സ്റ്റാർ ടോപ്പോളജി എന്നാണ് പറയുക. ടോപ്പോളജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടോപ്പോളജിയെക്കുറിച്ച് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അല്ലെങ്കിലും ഞാൻ CCNA തുടങ്ങുമ്പോൾ ടോപ്പോളജിയെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ CCNA പഠിക്കുന്നത്, പക്ഷേ CCNA ഏറ്റവും ബേസിക്കാണ് പഠിക്കുന്നത് കേട്ടോ. സിസ്കോയുടെ സിലബസിലോട്ട് നമ്മൾ കിടക്കുന്നേ ഉള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നെറ്റ്വർക്കിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നൊരു ഡിവൈസാണ് സ്വിച്ച്. ഈ സ്വിച്ച് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു സ്ഥാപനം നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്കോയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ സാധാരണ സിസ്കോയുടെ സ്വിച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ സിസ്കോയുടെ സ്വിച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം സിസ്കോയുടെ സിലബസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിസ്കോയുടെ സ്വിച്ചിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ കോമൺ ആയിട്ട് സിസ്കോയുടെ സ്വിച്ച് മാത്രമൊന്നുമല്ല, സിസ്കോ മാത്രമൊന്നുമല്ല ഈ സ്വിച്ച് നിർമ്മിക്കുന്ന കമ്പനികൾ, ഒരുപാട് കമ്പനികൾ സ്വിച്ച് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് സ്വിച്ചിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നും സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്വിച്ചിൻ്റെ ജോലി. എ നെറ്റ്വർക്ക് സ്വിച്ച് ഈസ് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ദാറ്റ് കണക്ട് മൾട്ടിപ്പിൾ ഡിവൈസസ് ഇൻ എ ലാൻ. എന്തിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലാനിലെ സിസ്റ്റങ്ങളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിവൈസുകൾ തമ്മിൽ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, പ്രിൻ്റർ, IP ഫോൺ, CCTV ഉപയോഗിക്കുന്നുണ്ട്. വൈഫൈ ആക്സസ് പോയിൻ്റ് എടുക്കണമെങ്കിൽ സർവറുകൾ. എന്തിനാണ്? ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സ്വിച്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസാണ്, നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നൊരു ഡിവൈസാണ്. ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു ഡിവൈസാണ്. സ്വിച്ച് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, എ സ്വിച്ച് വർക്ക് ലൈക്ക് എ സ്മാൾ ട്രാഫിക് കൺട്രോളർ ഇൻസൈഡ് എ നെറ്റ്വർക്ക്. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ അകത്ത് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുന്നില്ല. അതിനെയാണ് ഈ ട്രാഫിക് എന്ന് പറയുക. ഒരെണ്ണത്തിന് വേറൊന്നിലോട്ട് ഡാറ്റ അയക്കുമ്പോൾ ട്രാഫിക്, അവിടെ നിന്ന് വേറൊന്നിലോട്ട് അയക്കുമ്പോൾ അത് ട്രാഫിക്. നെറ്റ്വർക്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കില്ല. ഡാറ്റ സെൻഡ് ആവുന്നുണ്ടാവും, കുറേ പേര് റിസീവ് ചെയ്യുന്നുണ്ടാവും. അതിനാണ് നമ്മൾ ട്രാഫിക് എന്ന് വിളിക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത്? സ്വിച്ച് ചെയ്യുന്നത് ശരിക്കും ഇറ്റ് റിസീവ് ഡാറ്റ നമ്മൾ ഫ്രെയിം എന്ന് പറയും. അത് നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. OSI ലെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഡാറ്റയാണ് ഫ്രെയിം എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഡാറ്റ ഒരു ഡിവൈസിൽ നിന്ന് വന്നു, അടുത്ത സ്വിച്ച് എന്താ ചെയ്യുക? അതെങ്ങോട്ടാണോ പോകേണ്ടത് അതിലോട്ട് അയച്ചു കൊടുക്കും. സ്വിച്ച് ശരിക്കും സെൻട്രലൊരു മീഡിയ ആയിട്ടില്ല, രണ്ട് ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സ്വിച്ച് വഴിയാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു PC-യിൽ നിന്ന് വരുന്ന ഡാറ്റ സ്വിച്ച് റിസീവ് ചെയ്യുന്നു. സ്വിച്ച് ആ ഡാറ്റേനെ കറക്റ്റ് അഡ്രസ്സിലോട്ട് എന്ത് ചെയ്യുന്നു? അയച്ചു കൊടുക്കുന്നു. കറക്റ്റ് അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ എന്താ നടക്കുന്നത്? നമ്മളൊരാൾക്ക് കത്ത് അയക്കുന്നു, നേരെ പോസ്റ്റ് ഓഫീസിലെത്തുന്നു. പോസ്റ്റ് ഓഫീസ് വഴി അത് സഞ്ചരിച്ച് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആളുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തും അല്ലേ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ PC1 ഒന്നാമത്തെ PC ഒരു മൂന്നാമത്തെ PC3 ഡാറ്റ അയക്കണം. അപ്പോൾ PC1 നിന്ന് ഡാറ്റ സഞ്ചരിച്ച് എവിടെ എത്തും? സ്വിച്ചിലെത്തും. സ്വിച്ച് അത് PC3 അയച്ചു കൊടുക്കും. എല്ലാത്തിലോട്ടും അയച്ചു കൊടുക്കില്ല, കറക്റ്റ് അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് അത് കറക്റ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ സ്വിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക്
സ്വിച്ചിനെ ഒന്ന് നോക്കിയിട്ട് വരാം. സ്വിച്ചിൻ്റെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഇവിടെ കാണുന്നത് ഞാൻ നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് അടിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് കമ്പനികളുടെ സ്വിച്ചുകൾ നിങ്ങൾക്ക് ഇവിടെ ഇമേജസ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് ഇതൊരു സ്വിച്ചാണ്. ഇത് ഡീലിങ്കിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിസ്കോ മാത്രമൊന്നുമല്ല സ്വിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന, ഒരുപാട് കമ്പനികൾ സ്വിച്ച് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സിസ്കോയുടെ സ്വിച്ചിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. കാരണം മറ്റ് സ്വിച്ചുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ സിസ്കോയുടെ സ്വിച്ചുകളിലുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു സിസ്കോയുടെ അല്ല, ഒരു ഡീലിങ്കിൻ്റെ സ്വിച്ചാണ്. ഈ കാണുന്നതൊക്കെ പോർട്ടുകളാണ്. ഇതിലോട്ടൊക്കെ നമുക്ക് പി സികളെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വേറൊരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു സ്വിച്ചാണ്. ഇതൊക്കെ പോർട്ട് നമുക്ക് പി സികൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോർട്ടുകളാണ്. ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൂപ്പ് സ്വിച്ചുകൾ ഇരിക്കുന്നുണ്ട്, ഡീലിങ്കിൻ്റെയാണ്. ഇതൊക്കെ പോർട്ടുകളുടെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ. ഈ പോർട്ടുകൾ നമുക്ക് എത്ര പി സി ആണോ കണക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള പോർട്ടുകളാണ് കിട്ടുക. പക്ഷെ അതിനനുസരിച്ചെന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. ഇപ്പോൾ എനിക്കൊരു 7 പി സിയാണ് കണക്ട് ചെയ്യുകയാണെങ്കിൽ 7 പി സിയുടെ പോർട്ടൊന്നും കിട്ടില്ല കേട്ടോ. 8 പോർട്ടുള്ള 16 പോർട്ട്, 24 പോർട്ട്, 32 പോർട്ട്, 48 പോർട്ട്, 64 പോർട്ട്, 128 പോർട്ടുകളുടെയൊക്കെ സ്വിച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് ഇല്ല 15 പോർട്ടിൻ്റെ ഒന്നും അങ്ങനെ സ്വിച്ചുകൾ കിട്ടില്ല. ഇപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കിയാൽ അറിയാം, ഇതൊരു 8 പോർട്ടിൻ്റെ സ്വിച്ചാണ്. നമുക്കിതിലോട്ട് 8 പി സി വരെ കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഓഫീസിൽ 5 പി സി ഉണ്ടെന്ന് നോക്കുക. ഈ 8 പോർട്ടിൻ്റെ പി സി മേടിച്ചിട്ട് ഞാൻ 5 പോർട്ടിലോട്ട് കണക്ട് ചെയ്തു. ബാക്കിയുള്ള 3 പോർട്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാം. അപ്പോൾ സ്വിച്ച് നമുക്ക് ആവശ്യാനുസരണമല്ല, നമ്മുടെ ഒരു 8, 16, 24, 32 അങ്ങനെയുള്ള പോർട്ടുകളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പല കമ്പനികളും സ്വിച്ച് ഇറക്കുന്നുണ്ട്. ഈ സ്വിച്ച് നമുക്ക് 2 രീതിയിൽ, ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കണ്ടോ, ഇതൊക്കെ മെറ്റലാണ്. മെറ്റൽ, ഇതിൻ്റെ പുറത്തൊക്കെ മെറ്റൽ ബോഡി വരുന്ന സ്വിച്ചുകളാണ്. നമ്മൾ സാധാരണ ഹോം യൂസിനൊക്കെ ചെറിയ ഓഫീസുകളിലൊക്കെയാണ്, സർവറും കാര്യങ്ങളൊന്നുമില്ല, ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെയുള്ള പി സികളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മെറ്റൽ വരുന്ന ഈ കവറിങ്ങോട് കൂടിയിട്ട് വരുന്ന സ്വിച്ചുകളുണ്ടല്ലോ, ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം വരുന്ന സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു സ്വിച്ചൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടോ ആമസോണോ ഏതെങ്കിലും ഒന്നെടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ 8 പോർട്ട് സ്വിച്ച്, 8 പോർട്ടിൻ്റെ സ്വിച്ച് മേടിക്കാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടത് വളരെ ചെറിയ സ്വിച്ചാണ്. നമ്മൾ നേരത്തെ പിക്ചർ കണ്ട സ്വിച്ചുമായിട്ട് ചെറിയ സാമ്യമുണ്ട്, ആ പോർട്ടുകളുടെ സാമ്യം ഉണ്ടെങ്കിൽ പോലും അതുമായിട്ടുള്ള ഒരു കാണുമ്പോൾ ഉള്ള ഇത് നോക്കി, ഇത് വളരെ ചെറിയൊരു ഇതാണ് അല്ലേ. ഇത് 8 പോർട്ടിൻ്റെ എതർനെറ്റ് സ്വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. എതർനെറ്റ് സ്വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. 632 രൂപയാണ്. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ് കണ്ടോ. ഇവിടെ 8 പോർട്ടിൻ്റെ ഒരു LED കാണും. അത് ഓരോ പോർട്ടിലോട്ട് പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ല പവറല്ല, പി സികളെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കത്താൻ വേണ്ടിയിട്ടുള്ള LED ആണ്. പിന്നെ സ്വിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ചിന് പവർ കൊടുക്കണം കേട്ടോ. സ്വിച്ചിൻ്റെ ബാക്ക് സൈഡിൽ പവർ കണക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, അതിന് ഇവിടെ കാണുന്നുണ്ടോ. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ അഡാപ്റ്ററൊക്കെ കിട്ടും. സ്വിച്ചിന് കറണ്ട് ആവശ്യമാണ്. ഇത് 8 പോർട്ടിൻ്റെ സ്വിച്ചാണ്. ഈ സ്വിച്ചിന് 632 രൂപ വില വരുന്നുണ്ട്. ഇപ്പോൾ ഈ സ്വിച്ചിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ ഇതിന് ഇതേപോലെ 16 പോർട്ടിൻ്റെ കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെയും കിട്ടും, അതേപോലെ തന്നെ മെറ്റൽ ഫ്രെയിം ഉള്ളതും കിട്ടും. മെറ്റലിൻ്റെ കുറച്ച് റേറ്റ് കൂടും, കാരണം അത് നമുക്ക് കമ്പനികളിലൊക്കെ ആണെങ്കിൽ, ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെറ്റലാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട്, ഈ അലമാര പോലെ, അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ സ്വിച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മെറ്റൽ ഇതുള്ള സ്വിച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 8 പോർട്ടിൻ്റെ സ്വിച്ചാണ്. ഇനിയിപ്പോൾ വേറൊരു സ്വിച്ച് എടുത്തു, വേറൊരു 8 പോർട്ടിൻ്റെ വേറൊരു സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതവിടെ നെറ്റ് സ്റ്റാറിൻ്റെ സ്വിച്ച് ഉണ്ട്, 998 രൂപ. ഡീലിങ്കിൻ്റെ നമുക്ക് പെട്ടെന്ന് ആക്സസ് വാങ്ങാനൊക്കെ കിട്ടുന്ന ഡീലിങ്കിൻ്റെയൊക്കെ സ്വിച്ചുകളാണ്. ഇപ്പോൾ തൊട്ടിപ്പുറത്ത് ഫ്രണ്ട് ടെക്കിൻ്റെ സ്വിച്ച് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരുപാട് കമ്പനികളുടെ ഉണ്ട്. അപ്പോൾ സിസ്കോയുടെ സ്വിച്ചൊന്നും അങ്ങനെ ഇതിലൊന്നും ഫ്ലിപ്കാർട്ടിലൊന്നും മേടിക്കാൻ കിട്ടില്ല കേട്ടോ. നമുക്ക് അതിനെക്കുറിച്ച് പറയാം. TP ലിങ്കിൻ്റെ സ്വിച്ച് ഇത് അവിടെ ഉണ്ട്. TP ലിങ്കിൻ്റെ ജിഗാബൈറ്റിൻ്റെ സ്വിച്ച്, ഈ TP ലിങ്കിൻ്റെ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ TP ലിങ്കിൻ്റെ ഈ ഒരു സ്വിച്ച് ഉണ്ടാവും. ഇത് ഒന്ന് മെറ്റലാണ്. പിന്നെ മാത്രമല്ല, ഈ ഒരു സ്വിച്ചിന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 10,000 രൂപ വില വരുന്നുണ്ട് അല്ലേ. അപ്പുറത്തെ സ്വിച്ച്, നമ്മൾ മുകളിലെടുത്ത സ്വിച്ച്, ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് ടെക്കിൻ്റെ സ്വിച്ച്, ഇത് 8 പോർട്ടാണ്. ഇതിന് 632 രൂപ. ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള TP ലിങ്കിൻ്റെ സ്വിച്ചിന് 2,379 രൂപ.
പ്രധാനപ്പെട്ടൊരു വ്യത്യാസം നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒന്ന് പ്ലാസ്റ്റിക്കാണ്, മറ്റേത് മെറ്റൽ ബോഡിയാണ്. ഇതിപ്പോൾ മെറ്റലാണ്, മറ്റേത് പ്ലാസ്റ്റിക്കാണ്. പക്ഷെ അതുകൊണ്ട് ഒരു 3 ഇരട്ടി 4 ഇരട്ടി വില കൂടുമോ? വില കൂടാൻ വേറൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വിച്ച് 8 പോർട്ടാണ്. പക്ഷേ ഈ പോർട്ടിന് മുകളിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ജിഗാബിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അതേപോലെ 1000 MB/s എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ NIC പോർട്ടിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, NIC പോർട്ടുകൾക്ക് സ്പീഡുണ്ട്, ഫാസ്റ്റ് ഇഥർനെറ്റ് ഉണ്ട്, ജിഗാബിറ്റ് ഇഥർനെറ്റ് ഉണ്ട്, 10 ജിഗാബിറ്റ് ഇഥർനെറ്റ് വരുന്ന പോർട്ടുകളൊക്കെ ഉണ്ടെന്ന്. അതുപോലെ കേബിളിൻ്റെ കാര്യം പറയുമ്പോൾ കേബിളിൻ്റെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞു. CAT 5, 5E, 6, 6E, 7E, 7E കേബിളിനും ഡാറ്റ അയക്കുന്നതിന് സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നെറ്റ്വർക്കിൻ്റെ മൊത്തത്തെ സ്പീഡിനെ ബാധിക്കുന്നതാണ് അല്ലേ. അതേപോലെ നമ്മുടെ സ്വിച്ച് ഉണ്ടല്ലോ, കാരണം ഡാറ്റ സഞ്ചരിച്ച് സ്വിച്ചിലോട്ട് എത്തി, സ്വിച്ചാണല്ലോ അത് അപ്പുറത്തോട്ട് ഫോർവേഡ് ചെയ്യുന്നത്, ഡെസ്റ്റിനേഷനിലോട്ട് അയക്കുന്നത്. ഈ സ്വിച്ച് എഥർനെറ്റ് സ്വിച്ച്, ജിഗാബിറ്റ് എഥർനെറ്റ് സ്വിച്ചുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ കാണുന്നത് TP ലിങ്കിൻ്റെ സ്വിച്ചാണ്, 8 പോർട്ടിൻ്റെ സ്വിച്ചാണ്, പക്ഷേ ജിഗാബിറ്റ് സ്വിച്ചാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 MB/s അല്ല, 1000 MB/s, എന്ന് പറഞ്ഞാൽ 1 GB/s ആണ്. തൊട്ട് ഇപ്പുറത്ത് നമ്മൾ എടുത്തു വെച്ച ഫ്രണ്ട് ടെക്കിൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 10/100 MB എഥർനെറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ് സ്പീഡ്, പിന്നെയുള്ളത് ഫാസ്റ്റ് ഇഥർനെറ്റാണ് 100 MB. ഇപ്പോൾ ഈ സ്വിച്ചിന് 100 MB ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 PC ഉണ്ട്, 5 PC നല്ല പുതിയ PC, അതുകൊണ്ട് അതിന് ജിഗാബിറ്റ് എഥർനെറ്റ് പോർട്ടാണ് വന്നിരിക്കണമെന്ന് വിചാരിക്കുക. പിന്നെ അപ്പം നിങ്ങൾ അതിലോട്ട് കണക്ട് ചെയ്യുകയാണ്, ഈ ഒരു സ്വിച്ചാണ് നിങ്ങൾ മേടിച്ചെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിന് ഒരിക്കലും 1000 MB/s ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡൊന്നും കിട്ടില്ല. കാരണം എന്താണ്, നമ്മുടെ സ്വിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാകെ 100 MB/s ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വിച്ചിൻ്റെ ഈ വില നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ സ്വിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ജിഗാബിറ്റ് സ്വിച്ച് വേണോ അതോ ഫാസ്റ്റ് ഇഥർനെറ്റ് സ്വിച്ച് മതിയോ എന്നുള്ള കാര്യം ആദ്യം കൺഫേം ആക്കിയിട്ട്, മെറ്റൽ വേണോ പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി വേണോ എന്നുള്ളതും, നിങ്ങൾ റാക്കിനൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും മെറ്റൽ ബോഡിയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ സ്വിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സിസ്കോയുടെ സ്വിച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഈ ജിഗാബിറ്റും PoE അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. മാനേജർ, ഇതിൽ അൺമാനേജർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ CCNA ക്ലാസ്സിൽ CCNA എത്തുമ്പോൾ പറയാം. ഇപ്പോൾ നിങ്ങളത് ഒന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട, ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ സ്വിച്ച് നമ്മൾ മേടിക്കുമ്പോൾ സ്വിച്ച് നമുക്ക് പല പോർട്ടുകളും കിട്ടും. ആ പോർട്ടുകളൊക്കെ നോക്കിയിട്ട്, ഇനിയിപ്പോൾ 16 പോർട്ടുള്ള സ്വിച്ച് അല്ലെങ്കിൽ 24 പോർട്ടുള്ള സ്വിച്ച്, ഇപ്പോൾ 24 പോർട്ടുള്ള സ്വിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അതവിടെ D-ലിങ്കിൻ്റെ 24 പോർട്ടുള്ള സ്വിച്ച് ഉണ്ട്. ഇത് D-ലിങ്കിൻ്റെയാണ്. ഈ D-ലിങ്കിൻ്റെ 24 പോർട്ടുള്ള സ്വിച്ചിന് വില വന്നിരിക്കുന്നത് 4228. നമ്മൾ തൊട്ട് നോർത്ത TP ലിങ്കിൻ്റെ 8 പോർട്ടിൻ്റെ സ്വിച്ചിന് തന്നെ 2300 വന്നു. പക്ഷേ ഇത് ജിഗാബിറ്റ് എഥർനെറ്റാണ്, 1 GB/s കിട്ടുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 100 MB/s. ഇപ്പം നിങ്ങൾക്ക് 24 പോർട്ടിൻ്റെ ജിഗാബിറ്റ് എഥർനെറ്റ് സ്വിച്ച് കിട്ടുമ്പോൾ അതിലും വില കൂടും, നല്ല റേറ്റ് വരും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, TP ലിങ്കിൻ്റെ തന്നെ 24 പോർട്ടിൻ്റെ ജിഗാബിറ്റ് എഥർനെറ്റ് ഇതുണ്ട്. പിന്നെ SFP ഉണ്ട്, ഇത് ഫൈബർ കൊടുക്കാനുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം, സിസ്കോയുടെ CCNA ക്ലാസ്സിൽ പറയാം. ഇതിന് 14,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും സ്വിച്ചിന് എങ്ങനെയാണ് ഇങ്ങനെ വില കൂടുന്നത്, സ്വിച്ച് വാങ്ങുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന്. എഥർനെറ്റ് സ്വിച്ചും ഫാസ്റ്റ് ഇഥർനെറ്റ് സ്വിച്ചും, എഥർനെറ്റ് സ്വിച്ച് ഇല്ല കേട്ടോ ഇപ്പോൾ ഫാസ്റ്റ് ഇഥർനെറ്റ് സ്വിച്ച്. എഥർനെറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ 10 MB കിട്ടുന്നതാണ്, അതില്ല. അപ്പോൾ ജിഗാബിറ്റ് എഥർനെറ്റ് സ്വിച്ചും അതേപോലെ തന്നെ ഫാസ്റ്റ് ഇഥർനെറ്റ് സ്വിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വിച്ച് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ മെറ്റലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോഡിയും വരുന്നുണ്ട്. ഓഫീസ് സാധാരണ ചെറിയൊരു വീടും അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റാക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാം. റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മെറ്റൽ ബോഡിയുള്ളത് തന്നെ എടുക്കേണ്ടി വരും. സ്വിച്ചിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കയറിയതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ വരാം. ഇതവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ സ്വിച്ച് എങ്ങനെയാണ് ഡാറ്റ അയക്കുന്നത് എന്നുള്ളതാണ്. ഈ സ്വിച്ചിൻ്റെ ജോലിയാണല്ലോ കറക്റ്റായിട്ട് ഡാറ്റ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു കത്തയക്കുന്നു, നമ്മൾ കത്തയക്കുമ്പോൾ എന്തായിരിക്കും, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അയക്കും അല്ലേ. നമ്മൾ ഫ്രമും ടു എഴുതും, നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതും, ടു എങ്ങോട്ടാണ് അയക്കേണ്ടതെന്ന് എഴുതും. നേരെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ ജോലി മൊത്തം ആരുടെയാണ്, പോസ്റ്റ് ഓഫീസിലിരിക്കുന്നവരുടെയാണ്, കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വിച്ച് യൂസ് ചെയ്യുന്ന മാക് അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സ്, ഈ മാക് അഡ്രസ്സ് എന്താണ് എന്നുള്ളത്. മാക് അഡ്രസ്സ് അതൊരു അഡ്രസ്സാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ, നമ്മളൊരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലൊരു അഡ്രസ്സ് ഉണ്ടാവും അല്ലേ.
ഉദാഹരണമായിട്ട് IMEI നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ടാവും. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അത് പെർമനൻ്റ് ആയിട്ടൊരു അഡ്രസ്സാണ്. സിമ്മ് നമുക്ക് മാറ്റി ഉപയോഗിക്കാം. പക്ഷേ ഫോണിൽ ഉള്ള IMEI നമ്പർ നമുക്ക് മാറ്റാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ നമ്മൾ ആ IMEI നമ്പർ വെച്ചിട്ടാണ് ആ ഫോണിൽ എത്ര സിം ഇട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പല കേസുകളൊക്കെ സൈബർ സെല്ലിൻ്റെ കയ്യിലെത്തുന്ന പല കേസുകളിലൊക്കെ ആ IMEI നമ്പർ ഉപയോഗിച്ച് അവർ ഏതൊക്കെ ഫോണുകൾ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ സിനിമകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഡിവൈസുകൾക്കൊക്കെ NIC പോർട്ട് ഉണ്ടാവുമല്ലോ. ഈ NIC പോർട്ടിലൊരു അഡ്രസ്സ് പെർമനൻ്റ് ആയിട്ടുണ്ടാവും. അത് ആരാണോ നമ്മുടെ മദർ ബോർഡ്, ഇപ്പോൾ കമ്പ്യൂട്ടറാണെങ്കിൽ അതിൻ്റെ മദർ ബോർഡ് ആരാണോ നിർമ്മിക്കുന്നത്, വെണ്ടർ എന്നാണ് പറയുക, നിർമ്മിക്കുന്നവരെ. അപ്പോൾ ആ നിർമ്മിക്കുന്ന ആൾക്കാർ അതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അഡ്രസ്സാണ് ഈ MAC അഡ്രസ്സ്. ഇപ്പോൾ വെണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്വിച്ച് മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വെണ്ടറാണ് സിസ്കോ. സ്വിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വെണ്ടറാണ് ജുനീപ്പർ. അല്ലെങ്കിൽ സ്വിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വെണ്ടറാണ് ഡീലിങ്ക്. വെണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണോ നിർമ്മിക്കുന്നത് അവരെയാണ്. അപ്പോൾ നമ്മുടെ ഈ MAC അഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ നമ്മുടെ മദർ ബോർഡൊക്കെ നിർമ്മിച്ച മദർ ബോർഡിൽ ഓൾറെഡി നമ്മുടെ NIC പോർട്ട് ഫിക്സഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്, പെർമനൻ്റ് ആയിട്ട് അഡ്രസ്സ് ഉണ്ട്. അതിനാണ് MAC അഡ്രസ്സ് എന്ന് പറയുക. അപ്പോൾ ഈ സ്വിച്ച് MAC അഡ്രസ്സ് നോക്കിയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിവൈസ് സെൻഡ് എ ഫ്രെയിം ടു സ്വിച്ച്, ഒരു PC ഒരു സ്വിച്ചിലോട്ടൊരു ഡാറ്റ അയച്ചു. ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ സ്വിച്ചിലോട്ടല്ല ഡെസ്റ്റിനേഷനിലോട്ട് അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ആ ഡാറ്റ ഫസ്റ്റ് സഞ്ചരിച്ച് എവിടെ എത്തുക? സ്വിച്ചിലോട്ട് എത്തുക. സ്വിച്ച് എന്താ ചെയ്യുക? സ്വിച്ചിന് സ്വിച്ചിലോട്ട് ആ ഡാറ്റ എത്തി കഴിയുമ്പോൾ സ്വിച്ച് റീഡ് ദ സോഴ്സ് MAC അഡ്രസ്. സ്വിച്ച് സോഴ്സ് MAC അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നിന്നാണോ ഡാറ്റ വന്നത്. ഇപ്പോൾ PC1 നിന്നാണ് ഡാറ്റ വന്നത്. എൻ്റെ കയ്യിലൊരു PC1 എന്ന് പറയുന്നൊരു PC ഉണ്ട്. അത് ഞാൻ സ്വിച്ചിൻ്റെ ഒന്നാമത്തെ പോർട്ടിലോട്ടായി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു ഡാറ്റ അയക്കുകയാണ്. ഞാൻ PC3 അയക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ PC1 നിന്നൊരു ഡാറ്റ സ്വിച്ചിൻ്റെ ഒന്നാമത്തെ പോർട്ടിലോട്ട് വന്നു. അപ്പോൾ സ്വിച്ച് നോക്കുക എന്താണ് വന്നത്, എവിടെ നിന്നാണ്? ഒന്നാമത്തെ പോർട്ടിലോട്ട്. അപ്പോൾ അതിൻ്റെ MAC അഡ്രസ്സ് ആർക്ക് കിട്ടി? സ്വിച്ചിന് കിട്ടി. സ്വിച്ച് അടുത്തത് നോക്കുക എന്താണ്? ഡെസ്റ്റിനേഷൻ, എങ്ങോട്ടാണ് പോകേണ്ടത്? ഡെസ്റ്റിനേഷൻ്റെ MAC നോക്കും. ഡെസ്റ്റിനേഷൻ്റെ MAC നോക്കിയിട്ട് സ്വിച്ച് കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷൻ്റെ MACലോട്ട് ആ ഡാറ്റേനെ അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്വിച്ചിൻ്റെ കയ്യിൽ എന്ത് വേണം? ഡെസ്റ്റിനേഷൻ്റെ MAC അഡ്രസ്സ് വേണം. ഇപ്പോൾ എല്ലാ സ്വിച്ചിൻ്റെ കയ്യിലും ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിന് പറയുന്നത് ഒരു MAC അഡ്രസ് ടേബിൾ എന്നാണ്. ആ ടേബിളിൽ എന്താ ഉണ്ടാവുക? ഓരോരോ പോർട്ടിലോട്ട് കൊടുത്തിട്ടുള്ള PCകൾ ഏതാണോ ആ PCയുടെ MAC അഡ്രസ്സ് സ്വിച്ചിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, എങ്ങനെ ഇത് സ്വിച്ചിന് കിട്ടുക? ജസ്റ്റ് നമ്മളൊരു PC എടുത്തിട്ട് ഒരു ഒരു പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ അകത്തിരിക്കുന്ന MAC അഡ്രസ് ടേബിളിൽ ഈ ഒരു ഇതുണ്ടാവുമോ എന്നുള്ളതാണ്, അല്ലേ? നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. സ്വിച്ച് എങ്ങനെയാണ് MAC അഡ്രസ്സ് കണ്ടെത്തുന്നതെന്നാണ് പറയാൻ പോണത്. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഒരു PCന്ന് ഒരു ഡാറ്റ സഞ്ചരിച്ച് സ്വിച്ചിലോട്ടെത്തി. അപ്പോൾ എക്സാമ്പിളായിട്ട് PC1 PC3 ഡാറ്റ അയക്കണം. അപ്പോൾ PC1 എന്ത് ചെയ്യും? ഒരു ഡാറ്റ അയക്കും. ആ ഡാറ്റയിൽ എന്താ ഉണ്ടാവുക? സോഴ്സ് MAC അഡ്രസ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ആ ഡാറ്റയുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ സ്വിച്ച് എന്ത് ചെയ്യും? സോഴ്സ് MAC അഡ്രസ്സ് നോക്കും. എന്നിട്ട് അപ്പോൾ സ്വിച്ച് നോക്കുമ്പോൾ സോഴ്സ് MAC അഡ്രസ്സ് PC1 എന്ന് വന്നത്. ഓക്കെ, അത് പറയുന്നത് എന്താണ്? PC1 കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട് 1 അല്ലേ? അത് ഓൾറെഡി അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്വിച്ചിൻ്റെ ടേബിളിലുണ്ടാവും. അപ്പോൾ താഴെ കാണുന്നത് ഇവിടെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്വിച്ചിൻ്റെ അഡ്രസ്സ് താഴത്തെ MAC അഡ്രസ് ടേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കി അറിയാം MAC അഡ്രസ്സ് PC1ൻ്റെ MAC ഏതിലാണ്? പോർട്ട് 1 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി സ്വിച്ച് അടുത്ത് എന്താ ചെയ്യുക? ഡെസ്റ്റിനേഷൻ MAC നോക്കും. അപ്പോൾ ഡെസ്റ്റിനേഷൻ MAC PC3 MAC ആണ്. അപ്പോൾ സ്വിച്ചിൻ്റെ MAC അഡ്രസ് ടേബിളിൽ ആ ഒരു ഓൾറെഡി ഉണ്ട്, PC3 MAC അതിൽ ഓൾറെഡി ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് ഡാറ്റ അതിലോട്ട് അയച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെ കറക്റ്റ്. അപ്പോൾ PC1 നിന്നൊരു ഡാറ്റ വന്നു, സ്വിച്ച് ചെക്ക് ചെയ്തു, PC3ൻ്റെ MAC അഡ്രസ്സിലോട്ടാണ് ഡാറ്റ പോകേണ്ടത്. സ്വിച്ച് PC3യുടെ MAC അഡ്രസ്സിലോട്ട് ഡാറ്റേനെ അയച്ചു കൊടുത്തു. അതിന് നമുക്ക് യൂണികാസ്റ്റ് ഫോർവേഡിംഗ് എന്ന് പറയുക. കറക്റ്റായിട്ട് അയച്ചു കൊടുത്തു, വേറെ ഒന്നും നടന്നിട്ടില്ല അവിടെ, അല്ലേ? പക്ഷേ രണ്ടാമത്തെ കേസ് വരുന്നത്, സ്വിച്ചിൻ്റെ കയ്യിൽ ഡെസ്റ്റിനേഷൻ്റെ MAC അഡ്രസ്സ് ഇല്ല എന്ന് വിചാരിക്കുക. സ്വിച്ചിൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾ അതൊരു PC ഇങ്ങനെ കണക്ട് ചെയ്യും. നിങ്ങളൊരു 5 PC സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത ഉടനെ ഒരിക്കലും സ്വിച്ചിന് എല്ലാവരുടെയും MAC അഡ്രസ്സൊന്നും കിട്ടില്ല. സ്വിച്ച് MAC അഡ്രസ്സ് കണ്ടുപിടിക്കുക ചെയ്യുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാൻ പോണേ.
അപ്പോൾ ഡെസ്റ്റിനേഷൻ മാക്ക് നോട്ട് ഇൻ ദ ടേബിൾ, മാക്ക് അഡ്രസ് ടേബിളിൽ സ്വിച്ചിൻ്റെ കയ്യിലിരിക്കുന്ന ടേബിളിൻ്റെ അകത്ത് ഡെസ്റ്റിനേഷൻ മാക്ക് അഡ്രസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സ്വിച്ച് വിൽ സെൻഡ് ദ ഫ്രെയിം ടു ആൾ പോർട്ട് എക്സ്പെക്റ്റ് ഇൻകമിങ് പോർട്ട്. അതിൻ്റെ അർത്ഥം PC1 നിന്ന് PC3 നമുക്ക് ഡാറ്റ അയക്കേണ്ടത്. അപ്പോൾ സ്വിച്ചിൻ്റെ കയ്യിൽ ഈ മാക്ക് അഡ്രസ് ടേബിൾ ഇല്ല, ടേബിളിനകത്ത് ഒന്നുമില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഫസ്റ്റ് ടൈം കണക്ട് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അപ്പോൾ PC1 നിന്ന് ഡാറ്റ വന്നു സ്വിച്ചിൻ്റെ പോർട്ട് 1. അപ്പോൾ സ്വിച്ചിൻ്റെ മാക്ക് അഡ്രസ് ടേബിളിൽ ഫസ്റ്റത്തെ എൻട്രി നടത്തും. എന്താണ്? PC1, അതിൻ്റെ പോർട്ട് ഏതാണ്? പോർട്ട് 1, അതിൻ്റെ മാക്ക് അഡ്രസ് ഇന്നതാണ്. PC1 മാക്ക് പോർട്ട് 1 കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്വിച്ച് അടുത്ത സ്റ്റെപ്പ് ഫ്ലഡിങ് ആണ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിന് മാക്ക് അഡ്രസ് അറിയില്ലല്ലോ, ഡെസ്റ്റിനേഷൻ മാക്ക് അറിയില്ലല്ലോ. അപ്പോൾ സ്വിച്ച് വന്ന പോർട്ട് ഒഴികെ, കാരണം വന്ന പോർട്ടിലോട്ട് അയക്കേണ്ട ആവശ്യമില്ല, കാരണം വന്ന പോർട്ടിൽ ഇന്ന മാക്ക് അഡ്രസ് ആണ് സ്വിച്ചിന് ഓൾറെഡി കിട്ടി. സ്വിച്ച് എന്ത് ചെയ്യും? വന്ന പോർട്ട് ഒഴികെ ബാക്കിയുള്ള എല്ലാ പോർട്ടിലോട്ടും ഈ ഡാറ്റേനെ അയച്ചു കൊടുക്കും. അതിനെ ഫ്ലഡിങ് എന്നാണ് വിളിക്കുക. അപ്പോൾ രണ്ടാമത്തെ പോർട്ടിലോട്ട്, മൂന്നാമത്തെ പോർട്ട്, 4, 5 അങ്ങനെ ഏതൊക്കെ പോർട്ടിലോട്ട് PCകളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ അതിലോട്ടൊക്കെ നമ്മൾ ഡാറ്റകൾ അയച്ചു കൊടുക്കും. അതിനെ ഫ്ലഡിങ് എന്ന് പറയും. അപ്പോൾ ഫ്ലഡിങ് നടത്തും. ഫ്ലഡിങ് നടത്തി കഴിയുമ്പോൾ ആരാ അത് സ്വീകരിക്കുക? PC3 മാത്രമേ കറക്റ്റ് ആ ഡാറ്റേനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പോസ്റ്റ്മാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, പോസ്റ്റ്മാൻ ഒരു അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ അത് എല്ലാത്തിലോട്ടും അയച്ചു കൊടുക്കുമോ? എല്ലാവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ലെറ്റർ കൊടുക്കുമോ? ഇല്ലല്ലോ, കറക്റ്റായിട്ടല്ലേ അയക്കുകയുള്ളൂ. പക്ഷേ സ്വിച്ച് ഫസ്റ്റ് ടൈം എല്ലാവർക്കും ആ ഡാറ്റ അയച്ചു കൊടുക്കും. സ്വീകരിക്കുക കറക്റ്റ് അഡ്രസ്സ് ഉള്ളവർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ സ്വിച്ച് എന്ത് ചെയ്യും? PC3 മാക്ക് അഡ്രസ്സ് പഠിച്ചു അല്ലേ? അപ്പോൾ സ്വിച്ച് അതുകൊണ്ട് PC3 റീപ്ലൈ വരുമ്പോൾ അതിൻ്റെ മാക്ക് അഡ്രസ്സ് പഠിച്ചിട്ട് ഇവിടെ നമുക്ക് താഴെ അറിയാം, ഇവിടെ PC1 മാക്ക് ഓൾറെഡി കിട്ടി, PC3 മാക്ക് അഡ്രസ്സും കിട്ടി. പിന്നെ അടുത്ത വട്ടം ഡാറ്റ അയക്കുമ്പോൾ ഈ ഫ്ലഡിങ് നടത്തേണ്ട ആവശ്യമില്ല, കാരണം സ്വിച്ചിൻ്റെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്? മാക്ക് അഡ്രസ്സ് ടേബിൾ ഉണ്ട് അല്ലേ? പക്ഷേ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം, ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. സ്വിച്ചിൻ്റെ കയ്യിൽ ഇങ്ങനെ മാക്ക് അഡ്രസ് ടേബിളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. സ്വിച്ചിൻ്റെ കയ്യിൽ മാക്ക് അഡ്രസ് ടേബിൾ ഉണ്ട്. നമ്മൾ ഇപ്പോൾ സ്വിച്ചിൻ്റെ കയ്യിൽ എന്താ? PC3 മാക്ക് അഡ്രസ്സ് പോർട്ട് 3 കണക്ട് ചെയ്തു എന്നല്ലേ? ഞാനത് ഊരി പോർട്ട് 4 മാറ്റി എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വിച്ചിന് ഇതെങ്ങനെയാണ് മാറ്റി അറിയുക? സ്വിച്ചിൻ്റെ വിചാരം PC3 എന്ന് പറയുന്നത് പോർട്ട് 3 തന്നെ കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അല്ലേ? അപ്പോൾ അതിനൊരു ഏജിങ് ടൈം ഉണ്ട്. എന്ന് വെച്ചാൽ ഈ മാക്ക് അഡ്രസ് ടേബിൾ പെർമനൻ്റ് അല്ല. മാക്ക് അഡ്രസ് ടേബിളിൽ ഏജിങ് ടൈം ഉണ്ട്. ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പയറി പോലെ ഉണ്ട്. എ സ്വിച്ച് ഡസ് നോട്ട് കീപ്പ് മാക്ക് അഡ്രസ് ഫോർ എവർ. ഒരിക്കലും ആ മാക്ക് അഡ്രസ് പെർമനൻ്റ് ആയിട്ട് വെക്കുകയല്ല ചെയ്യുക. സ്വിച്ച് സ്റ്റോർ മാക്ക് അഡ്രസ് ഇൻ എ ടേബിൾ ഫോർ എ ലിമിറ്റഡ് ടൈം. ദിസ് ടൈം ഈസ് കാൾഡ് ഏജിങ് ടൈം. എല്ലാ സ്വിച്ചുകൾക്കും അതിൻ്റെ മാക്ക് അഡ്രസ് ടേബിളിന് എന്തുണ്ട്? ഒരു ഏജിങ് ടൈം ഉണ്ട്. സിസ്കോയുടെ സ്വിച്ചുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റാണ് ഏജിങ് ടൈം. എന്തിനാണ് ഏജിങ് ടൈം ആവശ്യമുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു. ബിക്കോസ് ഡിവൈസ് ക്യാൻ ചേഞ്ച് പോർട്ടുകൾ മാറ്റിക്കുത്താം. എക്സാമ്പിൾ, ലാപ്ടോപ്പ് മൂവ് ഫ്രം പോർട്ട് 2 ടു പോർട്ട് 5. ഒരു ലാപ്ടോപ്പ് പോർട്ട് 2 കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ മാക്ക് അഡ്രസ് ടേബിളിൽ ആ ലാപ്ടോപ്പിൻ്റെ മാക്ക് അഡ്രസ്സ് ഓൾറെഡി പോർട്ട് 2 രജിസ്റ്റേർഡ് ആയിരിക്കും. പോർട്ട് 5 മാറ്റിക്കുത്തി. അപ്പോൾ സ്വിച്ച് ആ പഴയ എൻട്രി റിമൂവ് ചെയ്യണ്ടേ? അപ്പോൾ എന്താ ചെയ്യുക? സ്വിച്ച് ആ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ ഒരു പോർട്ടിൽ പർട്ടിക്കുലർ ഏരിയയിൽ ട്രാഫിക് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ സ്വിച്ചിന് മനസ്സിലാവും അവിടെയുള്ള ആ ഒരു ഡിവൈസ് പോയിരിക്കണു എന്നുള്ളത്. അപ്പോൾ അത് മാക്ക് അഡ്രസ് ടേബിളിൽ നിന്ന് എന്ത് ചെയ്യും? അതിനെ റിമൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്വിച്ചിനെ കുറിച്ച് നമ്മൾ പകുതി എടുത്തിട്ടുള്ളൂ. സ്വിച്ച് മാക്ക് അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സ്വിച്ച് ഇങ്ങനെയാണ് കറക്റ്റ് ഡാറ്റകളെ എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ എനിക്ക് ഒരു 4 PC ഞാൻ വെച്ചിട്ടുണ്ട്. 4 PC സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ചിൻ്റെ കയ്യിൽ എന്തുണ്ടാവില്ല? ഒരു ടേബിളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഉദാഹരണമായിട്ട് PC1 നിന്ന്, ഇത് PC0 ആണ് ഇതിൻ്റെ പേര്, PC3 ഡാറ്റ അയക്കാം. ഇപ്പോൾ PC0 നിന്ന് PC3 ഞാൻ ഡാറ്റ അയക്കുന്നത്. അപ്പോൾ ആ ഡാറ്റ ഫസ്റ്റ് സഞ്ചരിച്ച് അവിടെ എത്തി, സ്വിച്ചിലെത്തി. സ്വിച്ച് അപ്പോൾ മാക്ക് അഡ്രസ് ടേബിൾ എൻ്റർ ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്യും? ആ സ്വിച്ച് എന്ത് ചെയ്യും? ആ ഡാറ്റേനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവർ മാത്രമാണ് ഡാറ്റ സ്വീകരിച്ചത്. അപ്പോൾ അത് സ്വീകരിച്ചു എന്നുള്ളതെത്തി, കറക്റ്റ് തിരിച്ചെത്തി അല്ലേ?
അപ്പോൾ അഡ്രസ്സ് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ആദ്യം നടന്നത് ഫ്ലഡിങ് ആണ്. പിന്നെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് ഡാറ്റ എന്ത് ചെയ്യുന്നത്, സ്വിച്ച് പിന്നെ അയച്ചു കൊടുക്കുക. കാരണം സ്വിച്ചിന് പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്ലഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേറൊരു ഡാറ്റ ഒന്നും കൂടെ വിട്ടു നോക്കാം. ഇപ്പോൾ ഇനി ഫ്ലഡിങ് നടക്കില്ല. ഇപ്പോൾ PC ഇതിന്ന് ഇതിലോട്ട് ഡാറ്റ അയക്കുമ്പോൾ ആ ഡാറ്റ ഫസ്റ്റ് സഞ്ചരിച്ച സ്വിച്ചിലെത്തി, സ്വിച്ച് നേരെ അത് ഫോർവേഡ് ചെയ്തു. കണ്ടോ, നേരത്തെ നമ്മൾ നടന്ന പോലെയുള്ള ഫ്ലഡിങ് എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. കാരണം സ്വിച്ചിൻ്റെ ടേബിളിൽ ഓൾറെഡി അതിൻ്റെ മാക് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഏജിങ് ടൈം ഉണ്ട്, 5 മിനിറ്റ് 300 സെക്കൻഡാണ്. അത് കഴിയുമ്പോൾ വീണ്ടും അത് ഒന്നും കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് സ്വിച്ച് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റകൾ അയച്ചു കൊടുക്കുന്നത്. സ്വിച്ച് ഒരിക്കലും മാക് അഡ്രസ്സ് നോക്കിയിട്ടാണ് ഡാറ്റ അയക്കുന്നത്. IP അഡ്രസ്സ് എന്ന് പറഞ്ഞ അഡ്രസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ സ്വിച്ച് ഇങ്ങനെ മാക് അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ഡാറ്റ അയച്ചു കൊടുക്കുന്നത് ഈ ഫ്ലഡിങ് ഒക്കെ നടത്തി ഈ ഒരു പ്രൊസീജിയറിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി സ്വിച്ചിനെ കുറിച്ച് നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇനി അടുത്ത ക്ലാസ്സൊക്കെ സ്വിച്ചിനെ കുറിച്ചും IP അഡ്രസ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്വിച്ചിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന വീഡിയോകളൊക്കെ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോസ് ആയിരിക്കും. എങ്ങനെ ഞാനൊരു 30 മിനിറ്റിൻ്റെ മുകളിലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.